പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. പ്രിയമുള്ളവരെ, ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ പ്രാദേശിക സഭ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പിബരേ രാമരസം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കർക്കിടകം 1 മുതൽ 31 വരെ വിവിധ പരിപാടികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് പിബരേ രാമരസം എന്ന പരിപാടി തൃശൂർ പ്രാദേശിക സഭ യുവവേദി ഇവിടെ അവതരിപ്പിക്കുന്നത്. പിബരേ രാമരസം എന്നാൽ രാമനാമത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തിഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രഭാഷണങ്ങൾ, പാരായണങ്ങൾ, കഥാപാത്ര വിവരണങ്ങൾ, ഭക്തിഗാനങ്ങൾ, പ്രശ്നോത്തരികൾ തുടങ്ങിയ വിവിധ സെഗ്മെന്റുകൾ പിബരേ രാമരസം എന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിബരേ രാമരസം. കേരളത്തിൽ നിന്നും വിവിധ ജില്ലകളിലായി വിവിധ പ്രാദേശിക സഭകളിലായി നിരവധി പേർ പിബരേ രാമരസത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ് മറ്റു പരിപാടികളിൽ നിന്നും പിബരേ രാമരസത്തെ വ്യത്യസ്തമാക്കുന്നത്. 5 ഘട്ടങ്ങളിലായാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. പ്രഭാഷണ പരമ്പരകൾ ഉൾക്കൊള്ളിച്ച് നടത്തുന്ന പരിപാടി ഭാവയാമി രഘുരാമം. കൂടാതെ അടുത്ത സെഗ്മെന്റ് പാരായണം, രാമായണ പാരായണവുമായി ബന്ധപ്പെട്ട സെഗ്മെന്റ് കാവ്യം സുഖേയം. കഥയും കഥാപാത്രങ്ങളും വിവരിക്കുന്നത് കഥ രാഘവീയം. രാമായണവുമായി ബന്ധപ്പെട്ട ഭജൻ, പാട്ടുകൾ, ജപലയപൂയം. കൂടാതെ രാമായണവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര പങ്ക്തി, രാമായണ പ്രശ്നോത്തരി. പിബരേ രാമരസം. ഭാവയാമി രഘുരാമം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ ജില്ലാ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പിബരേ രാമരസം എന്ന പരിപാടിയിലെ രാമായണത്തിൻ്റെ ധർമ്മ സന്ദേശം എന്നുള്ള വിഷയത്തിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വാത്മീകി ശ്രീരാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ളവനാണ് രാമൻ എന്നർത്ഥം. ആ നിലയ്ക്ക് രാമായണത്തിലെ കഥാനായകനായ രാമൻ തൻ്റെ ജീവിതത്തിലുടനീളം ധർമ്മത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഉള്ള പ്രവൃത്തികളാണ് ചെയ്തിരുന്നത് എന്ന് കാണാം. എന്നാൽ പല സമയങ്ങളിലായിട്ട് രാമന് ഈ ധർമ്മവുമായിട്ടുള്ള താൻ ചെയ്യേണ്ട ധർമ്മം എന്താണ് എന്നുള്ളതുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നും സൂചിപ്പിക്കാം. ആദ്യമായിട്ട് തന്നെ രാമനെ സംബന്ധിച്ച് ധാർമ്മികമായൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത് തടകാവധം നടക്കുന്ന സമയത്താണ്. തടക എന്ന രാക്ഷസിയെ വധിക്കാൻ തൻ്റെ ഗുരുവായ വിശ്വാമിത്രനെ ആവശ്യപ്പെടുമ്പോൾ ഒരു സ്ത്രീയെ വധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ തെറ്റായ കാര്യമാണ്, വലിയ പാപമാണ്. ബ്രഹ്മഹത്യ പോലെ തന്നെയുള്ള വലിയ പാപമായിട്ടാണ് സ്ത്രീഹത്യയെ പറയുന്നത്. എങ്കിലും ആ തടകയെ വധിക്കണമെന്നുള്ള ഗുരുവിൻ്റെ നിർദ്ദേശം ഗുരുവാണ് ആജ്ഞാപിക്കുന്നത്. മാത്രമല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരാളെയാണ് കൊല്ലാൻ ആവശ്യപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വലിയൊരു ധാർമ്മിക പ്രതിസന്ധി രാമൻ നേരിടുന്നുണ്ട്. എന്തായാലും അതിനെ അതിക്രമിച്ചുകൊണ്ട് രാമൻ തടകയെ വധിക്കുകയാണ്. രാമനെ വളരെയധികം വിമർശിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് തടകാവധവും ബാലിവധവും ശംഭുകവധവും. ആ തടകാവധത്തിൽ നടത്തിയ സ്ത്രീഹത്യ, ബാലിവധത്തിൽ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ കൊന്നു എന്നുള്ള കഥ, അതുപോലെ ശംഭുകവധത്തിൽ തപസ് ചെയ്യുന്ന ഒരാളെ കൊല്ലുക എന്നുള്ള കഥ. ഈ 3 എണ്ണവും രാമൻ്റെ ജീവിതത്തിൽ വലിയ ധാർമ്മിക സംഘർഷങ്ങൾക്ക് ഇടവരുത്തിയവ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തടകാവധത്തിൽ രാമനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിക്കുക എന്നുള്ള ധർമ്മമാണ് രാമൻ അവിടെ അനുഷ്ഠിച്ചത് എന്ന് പറയാം. പിന്നെ ബാലിവധത്തിലാണെങ്കിൽ അവിടെ തൻ്റെ സുഹൃത്തിന് കൊടുത്ത വാക്ക്, താൻ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുകയും പരസ്പരം തങ്ങളുടെ ഭാര്യമാരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സഹായിക്കാമെന്ന് നിൽക്കുകയും ചെയ്താണ്. ആ നിലയ്ക്ക് സുഗ്രീവൻ്റെ ശത്രു എന്നുള്ളത് മാത്രമാണ് ബാലിയുമായിട്ട്
രാമനുണ്ടായിരുന്ന ശത്രുത. പക്ഷെ സുഗ്രീവന് തൻ്റെ ഭാര്യയെ വീണ്ടെടുത്തു കൊടുക്കാൻ വേണ്ടി സുഗ്രീവനെ സഹായിക്കുക എന്നുള്ള തൻ്റെ സുഹൃത് ധർമ്മത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് രാമൻ ആ ബാലിയെ വധിച്ചത് എന്ന് അദ്ദേഹം അവിടെ ബാലിയോട് പറയുന്നുണ്ട്. ക്ഷത്രിയനായ ഞാൻ വേട്ടയാടിക്കൊണ്ട് നടക്കുമ്പോൾ ദുഷ്ടരും ക്രൂരരുമായ മൃഗങ്ങളെയും അതുപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവകാരികളായവരെയും വധിക്കണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെയാണ് ശംഭുകവധത്തിനെ പറ്റി പറയുമ്പോഴും ശംഭുകൻ്റെ ആഗ്രഹം തനിക്ക് ശരീരത്തോടുകൂടി സ്വർഗത്തിൽ പോകണമെന്നുള്ളതായിരുന്നു. ഇത് അതിനുവേണ്ടി അദ്ദേഹം തലകീഴായി തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് രാക്ഷസീയമായ ചില രാക്ഷസന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ സാമാന്യമായിട്ട് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദേവന്മാരല്ലാതെ അറിയുമെങ്കിലും സ്വർഗത്തിൽ ശരീരത്തോടെ കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ദേവന്മാരുടെ ക്ഷണമനുസരിച്ചാണ്. അങ്ങനെ അർജുനനും ഒക്കെ സ്വർഗത്തിൽ പോയ കഥകൾ നമ്മൾ മഹാഭാരതത്തിൽ കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്ക് തപസ്സിലൂടെ ഒരിക്കലും അത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ക്രൂരമായ തപസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള തപസ്സുകൾ ചെയ്യുന്നത് സമൂഹത്തിന് തന്നെ ദോഷകരമായി മാറും എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു ബ്രാഹ്മണ ശിശുവിൻ്റെ മരണമുണ്ടായതും അത്തരത്തിൽ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ശംഭുകനെ രാമൻ വധിക്കുന്നത്. അവിടെയും രാമൻ്റെ ആ ധർമ്മം ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ 3 ധാർമ്മിക പ്രതിസന്ധികളെയും തൻ്റെ ജീവിതത്തിൽ വളരെ ഭംഗിയായിട്ട് രാമന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതുപോലെ തന്നെ മറ്റ് 2 വിഷമ അവസ്ഥകളാണ് സീതയുടെയും ലക്ഷ്മണൻ്റെയും പരിത്യാഗങ്ങൾ. തൻ്റെ ഏറ്റവും പ്രാണപ്രേയസിയാണ് സീത ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. വേണമെങ്കിൽ ലങ്കയിൽ വെച്ച് അഗ്നിപരീക്ഷയിലൂടെ സീത തൻ്റെ പാതിവൃത്യം തെളിയിച്ചതുമാണ്. പക്ഷേ ഒരു രാജാവ് എന്ന നിലയ്ക്ക് തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അവർ പറയുന്നത് കേൾക്കണം എന്നുള്ളതാണ് അവിടെ സീതയെ ഉപേക്ഷിക്കുന്ന അവസരത്തിൽ രാമൻ കാണിക്കുന്ന ധർമ്മം. രാജാവിൻ്റെ ധർമ്മം പ്രജകളുടെ ക്ഷേമമാണ്, പ്രജകളുടെ താല്പര്യങ്ങളാണ് രാജാവ് സംരക്ഷിക്കേണ്ടത്. ആ ഒരു രീതിയിലാണ് അതിനുവേണ്ടി തന്നെ എന്തും ത്യജിക്കാനുള്ള ആ തീരുമാനം, അതാണ് രാമൻ അവിടെ സീതാപരിത്യാഗത്തിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് സത്യസന്ധതയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ലക്ഷ്മണ പരിത്യാഗത്തിലും കാണുന്നത്. താൻ യമധർമ്മ രാജാവുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റാരും അങ്ങോട്ട് കടന്നു വരരുത് എന്നും അങ്ങനെ വരുന്ന ആളെ താൻ വധിക്കുമെന്നുമുള്ള വാക്ക് യമധർമ്മന് കൊടുത്തിരുന്നതായിരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് വധം പോലെ തന്നെ ഉള്ളതാണ് ത്യാഗവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാമൻ ധാരാളം ധർമ്മങ്ങളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റു പലരും ഇത്തരം ധാർമ്മിക പ്രവൃത്തികളെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കണം സഹോദരന്മാർ എന്നുള്ളത്, ഓരോ സഹോദരന്മാരുടെയും ധർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് രാമായണത്തിൽ വളരെ വ്യക്തമാണ്. പലതരത്തിലുള്ള സഹോദരന്മാരെ നമുക്ക് അവിടെ കാണാം. രാമലക്ഷ്മണന്മാർ വളരെ സ്നേഹത്തോടുകൂടി ജീവിതത്തിൻ്റെ ആദ്യം മുതൽ ബാല്യം മുതൽ ആ മരണത്തിൻ്റെ സമയം വരെ എപ്പോഴും ഒന്നിച്ച് നിന്ന സഹോദരന്മാരാണ്. രാമൻ്റെ നിഴല് പോലെ എല്ലാ അവസരത്തിലും നിൽക്കുന്നതിന് വേണ്ടി തന്നെയാണ് ലക്ഷ്മണൻ രാമനോടൊപ്പം വനത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ഭരതനും രാമനുമായുള്ള ആ ബന്ധം മറ്റൊരു തരത്തിലാണ്. ഭരതനാണ് രാജ്യഭാരം കൊടുക്കണമെന്ന് ആ കൈകേയി മാതാവ് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അത് അംഗീകരിക്കുകയാണ് രാമൻ ചെയ്യുന്നതെങ്കിലും ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ആ രാജ്യഭാരം ഏറ്റെടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഭരതൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭരതൻ രാമൻ്റെ പദുവങ്ങൾ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് പട്ടാഭിഷേകം നടത്തുന്നത്. അപ്പോൾ രാമനും ഭരതനും തമ്മിലുള്ള ബന്ധം, അതുപോലെ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം, രാമനും ശത്രുഘ്നനും തമ്മിലുള്ള ബന്ധം, രാമനും സീതയുമായിട്ടുള്ള ബന്ധം, എങ്ങനെയാണ് ഒരു പതിയും കൂടി വേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വളരെ നല്ല സൂചനയാണ് നൽകുന്നത്. പതിയെ ഏത് കഷ്ടപ്പാടിലും ഏത് ദുഃഖങ്ങളിലും അനുഗമിക്കുക എന്നുള്ളത് പത്നിയുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സീത രാമനോടൊപ്പം കാട്ടിലേക്ക് പോകാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു ധർമ്മം. അതുപോലെ തന്നെയാണ് പിന്നെ വാലി സുഗ്രീവന്മാർ പരസ്പരം അത്രയും അടുത്ത് സ്നേഹത്തോടു കൂടി കഴിഞ്ഞു എന്നവരാണെങ്കിലും അവർ പിന്നീട് ഒരു കാലത്ത് ചെറിയൊരു കാരണം കൊണ്ട് സുഗ്രീവൻ വാലി മരിച്ചു എന്നുള്ള സംശയം കൊണ്ട്, വാലിയെ കാണാത്തത് കൊണ്ട് സംശയിച്ച് തിരിച്ചു വന്ന് രാജ്യഭാരം അവിടെയുള്ള പ്രജകളുടെ താല്പര്യപ്രകാരം ഏറ്റെടുത്താണ്. പക്ഷെ അത് ഭാര്യയെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ബാലി ഉന്നയിക്കുന്നത്. അങ്ങനെ വളരെ അടുത്ത സഹോദരന്മാരായാലും ചില കാരണങ്ങളെ കൊണ്ട് വലിയ ശത്രുക്കളായിട്ട് മാറാം എന്നുള്ള ഒരു സഹോദര ബന്ധത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് രാവണനും വിഭീഷണനും തമ്മിലും. തെറ്റ് ചെയ്യാൻ പുറപ്പെടുന്ന ജ്യേഷ്ഠനെ ഗുരുവായാൽ പോലും
തെറ്റ് ചെയ്യുന്നവരെ നിയന്ത്രിക്കണം, ശിക്ഷിക്കാൻ വരെ അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള തെറ്റായ പാതയിലേക്ക് പോകുന്ന ജ്യേഷ്ഠനെ ഉപദേശിക്കാനാണ് വിഭീഷണൻ ശ്രമിച്ചത്. പക്ഷേ വളരെ കുപിതനായിട്ട് ആ വിഭീഷണനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയാണ് രാവണൻ ചെയ്തത്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം. ഇനി സമ്പാദിയും ജടായുവും തമ്മിലുള്ള ബന്ധം. സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞത് തന്നോട് മത്സരിച്ചുകൊണ്ട് തന്നെ ആകാശമാർഗത്തിലൂടെ പോയ ആ ജടായുവിനെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിനിടയിലായിരുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ധർമ്മങ്ങളെപ്പറ്റി ഈ രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് പ്രതിപാദിക്കാൻ കഴിയില്ല. എങ്കിലും ഇങ്ങനെയുള്ള കുറേ ധർമ്മങ്ങൾ, പത്നീധർമ്മം, സഹോദരധർമ്മം, പുത്രധർമ്മം, പിതൃധർമ്മം, ഇങ്ങനെയുള്ള ധർമ്മങ്ങളെ പറ്റിയൊക്കെയുള്ള ചില പരാമർശങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തിയത്. എല്ലാവർക്കും നമസ്കാരം. പിബരേ രാമരസം. അധ്യാത്മരാമായണം ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ. വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണാങ്കനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലെ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോദ്ഭവ സുത നന്ദന പുത്രൻ വ്യാസൻ. വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തിരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ. മാമകെ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ. വാരിജോദ്ധവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം.
കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരെ കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വര ശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ ഏകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായുള്ള ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. രാമായണ മഹാത്മ്യം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാത. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു നാരായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിടിനാൾ. വാണിടുക വണ്ണമെന്നാമിൽ നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായൊരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുടൻ മുൻമുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി. രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ശ്രീരാമൻ മഹാവിജ്ഞനും ബ്രഹ്മർഷിമാരിൽ മുഖ്യനുമായ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരിക്കൽ ദേവഋഷിയായ നാരദൻ അതിഥിയായി വന്നു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം വാൽമീകി നാരദനോട് ചോദിച്ചു, വന്ദ്യനായ മഹാമുനെ, ഈ ലോകത്തിൽ സർവ സദ്ഗുണങ്ങളും സിദ്ധികളും ഒത്തുചേർന്നിട്ടുള്ള മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? അതായത് ധൈര്യം,
വീര്യം, ശമം, സത്യവ്രതം, വിജ്ഞാനം, കാരുണ്യം, സൗന്ദര്യം, പ്രൗഢി, ക്ഷമ, ശീലഗുണം, അജയ്യത തുടങ്ങിയ സദ്ഗുണങ്ങൾ എല്ലാം ഒത്തുചേർന്ന മനുഷ്യനുണ്ടോ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങക്ക് അറിയാതെ വരില്ല. നാരദന് വാൽമീകിയുടെ ചോദ്യവും ആഗ്രഹവും കേട്ടപ്പോൾ സന്തോഷം തോന്നി. വാൽമീകി പറഞ്ഞു, ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞ മനുഷ്യൻ ഉണ്ടാകുക എന്നത് സംഭാവ്യമല്ല. എന്നാൽ ഏറെക്കുറെ ഗുണഗണങ്ങൾ ഒത്തുചേർന്ന ഒരു മനുഷ്യനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. ആ മഹാപുരുഷൻ മറ്റാരുമല്ല, ശ്രീരാമനാണ്. ശത്രുനാശകനും ശ്രീമാനും വാഗ്മിയും പ്രതാപിയും ധർമ്മജ്ഞനും ലോകർക്കും പ്രിയങ്കരനായ രാമൻ. ശ്രീരാമന് സദർശനായി മറ്റൊരാളില്ല. രാവണാദി അസുരന്മാരുടെ ഉപദ്രവം അസഹ്യമായപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും നേതൃത്വത്തിൽ മഹാവിഷ്ണുവിനെ കണ്ട് രാവണാദികളുടെ ഉപദ്രവം മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചു. ഒരു മനുഷ്യന് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയൂ എന്ന കാര്യം മഹാവിഷ്ണു അവരെ അറിയിച്ചു. അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമായി അയോധ്യയിലെ ഭരണാധിപനായ ദശരഥ മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ പ്രഥമപത്നിയായ കൗസല്യയിൽ പിറന്ന പുത്രനാണ് ശ്രീരാമൻ. ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രൻ. രണ്ടാമത്തെ ഭാര്യയായ കൈകേയിക്ക് ഭരതൻ എന്ന പുത്രനും മൂന്നാമത്തെ ഭാര്യയിൽ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 2 പുത്രന്മാരും ജനിച്ചു. 4 പുത്രന്മാർക്കും യഥായോഗം വിദ്യാഭ്യാസവും നൽകി. പുത്രന്മാർ യൗവനത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ദശരഥ മഹാരാജാവ് സന്തോഷത്തോടെ വസിക്കുന്ന കാലത്ത് വിശ്വാത്ത മഹർഷി രാജകൊട്ടാരത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ യാഗസുരക്ഷയ്ക്ക് വേണ്ടി രാമനെയും ലക്ഷ്മണനെയും തൻ്റെ കൂടെ അയക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട ദശരഥൻ ദുഃഖത്തോടെയാണെങ്കിലും സ്നേഹനിധികളായ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ്റെ കൂടെ അയച്ചു. യാത്രാമധ്യേ ഘോരവനത്തിൽ കൂടി മനുഷ്യരെയെല്ലാം വിറപ്പിച്ചിരുന്ന താടക എന്ന രൂപിണിയായ നിശാചരിയെ വധിക്കുകയും അവളുടെ മകനെ ആ പ്രദേശത്ത് നിന്ന് ഓടിക്കുകയും ചെയ്തു. മാത്രമല്ല ഗൗതമപത്നി അഹല്യയ്ക്ക് മോക്ഷം നൽകി. വിശ്വാമിത്രൻ്റെ യാഗത്തിന് സുരക്ഷ നൽകി. യാഗാവസാനം വിശ്വാമിത്രൻ രാജകുമാരന്മാരെയും കൂട്ടി ജനക മഹാരാജാവിൻ്റെ രാജ്യമായ മിഥിലാപുരിയിലെത്തി. അവിടെ ഒരു അത്ഭുതകരമായ ശൈവധനുസ്സുള്ള കാര്യം വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു. ശിവദത്തമായ ധനുസ് കുലയ്ക്കുന്നതിന് വളരെയധികം ധീരയോദ്ധാക്കൾ ശ്രമിക്കുകയും പരാജിതരാകുകയും ചെയ്തിട്ടുണ്ട്. ആ വില്ല് കാണാൻ രാമൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വിശ്വാമിത്രൻ ആ കാര്യം ജനക മഹാരാജാവിനോട് പറഞ്ഞു. ജനകൻ വില്ല് കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. രാമൻ അതെടുത്ത് നിഷ്പ്രയാസം കുലച്ചു. ഈ ധനുസ്സെടുത്ത് കുലയ്ക്കുന്നവന് തൻ്റെ മകൾ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്രകാരം സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുത്തു. അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെയും മഹാറാണിമാർ വസിഷ്ഠാദി മഹർഷി വര്യന്മാരുടെ സാന്നിധ്യത്തിൽ രാമൻ്റെ വിവാഹത്തോടൊപ്പം തന്നെ സീതയുടെ 3 അനുജത്തിമാരെയും ശ്രീരാമൻ്റെ സഹോദരന്മാരും വിവാഹം കഴിച്ചു. പുത്രന്മാരുടെ വിവാഹാനന്തരം ദശരഥ മഹാരാജാവ് ഭാര്യമാരോടും പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചുള്ള യാത്രാപത്യേ ജമദഗ്നിപുത്രനായ പരശുരാമൻ ശ്രീരാമനെ തടഞ്ഞു. ക്രോധത്തോടെ ശിവദത്തമായ ധനുസ് കുലച്ച ശ്രീരാമനോട്, നീ അത്ര വീരനാണെങ്കിൽ എൻ്റെ കൈവശമുള്ള വൈഷ്ണവചാപം കുലച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ശഠിച്ചു. വളരെ വിനയത്തോടെ രാമൻ പറഞ്ഞു, ബാലനായ എന്നെ ദ്രോഹിക്കാതെ പോകാൻ അനുവദിക്കൂ എന്ന്.
പക്ഷേ പരശുരാമൻ്റെ മുഷ്കിന് മുൻപിൽ വൈഷ്ണവചാപം കുലച്ചു. പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ച് തപസ്യനായി വീണ്ടും യാത്രയായി. ദശരഥൻ ശ്രീരാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു. അതറിഞ്ഞ് മന്ധരയുടെ ഏഷണിയിൽ കൈകേയി മഹാരാജാവിൻ്റെ തീരുമാനത്തെ എതിരു പറഞ്ഞു. ദേവാസുര യുദ്ധത്തിൽ തനിക്ക് നൽകിയ 2 വരം ഇപ്പോൾ വേണമെന്നാവശ്യപ്പെട്ടു. അതിലൊന്ന് രാമനെ വനത്തിലേക്ക് അയക്കുന്നതിനും മറ്റേത് തൻ്റെ മകനായ ഭരതനെ യുവരാജാവാക്കുവാനുമായിരുന്നു. സത്യസന്ധനും ധീരനുമായ ദശരഥൻ ദുഃഖത്തോടെ രാമനെ വിവരമറിയിച്ചു. രാമൻ അച്ഛൻ്റെ വാക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു. അച്ഛൻ്റെ സത്യത്തിന് ഭംഗം വരുത്താതെ തന്നെ സീതയോടും ലക്ഷ്മണനോടും കൂടി വനത്തിലേക്ക് യാത്രയായി. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമന് അവതാര ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അസുരരാജാവായ രാവണനെയും അസുരന്മാരെയും നശിപ്പിച്ച് ദേവന്മാരെയും ഭൂമിയിലെ മനുഷ്യരെയും രക്ഷിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം. പിബരേ രാമരസം
पिबरे रामरसं रसने पिबरे रामरसं